ഈ പൂക്കളും ഈ സെറ്റപ്പും ഒക്കെ കണ്ടപ്പം ഓണം ഇങ്ങ് എത്തിയെന്ന് തോന്നിയല്ലേ? ശരിക്കും ഓണത്തിന് 1.5 മാസം കൂടെ ഉണ്ട്. പക്ഷെ ഫ്ലോറൻസിൽ ഓണം ഇങ്ങ് എത്തി. ഞാൻ ഈ ഒരു 6-7 മാസമായിട്ട് ഞാനൊരു റിസർച്ചിലായിരുന്നു. ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്താ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ടുള്ളതെന്ന്. അപ്പൊ ആ റിസർച്ചിനൊടുവിൽ ഞാൻ അടിപൊളിയായിട്ടുള്ള കുറെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനായിട്ടുള്ളത് സ്ലബ് സിൽക്ക് ഫാബ്രിക്. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം സ്ലബ് സിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രീമിയം ഒരു പാർട്ടി വെയർ ലുക്ക് വരും, അതിനകത്ത് ഒരു എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷേ ആ ഫാബ്രിക്കിന് ഒരു കുഴപ്പമുണ്ട്, നന്നായിട്ട് ഷ്രിങ്ക് ആകും. ഞാൻ എന്താ പറയുക, ഈ റിസർച്ചിന്റെ ഒടുവിൽ ഞാൻ പലതരം എന്താ പറയുക സേലം, ബാംഗ്ലൂർ, സൂററ്റ് കുറേ സ്ഥലത്ത് നിന്ന്, സ്പെഷ്യലി സേലത്തു നിന്നൊക്കെ ഒരുപാട് തവണ പല സപ്ലൈസിന്റെ കയ്യിൽ നിന്നായിട്ട് ഫാബ്രിക് എടുത്ത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പൊ എല്ലാം ഈവൻ 0% ഷ്രിങ്കേജ് എന്ന് പറഞ്ഞ് വരെ സപ്ലയർമാർ നമുക്ക് ഫാബ്രിക് തന്നു, വാഷ്ഡ് സ്ലബ് സിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ തന്നാലും ഈ ഫാബ്രിക് ഷ്രിങ്ക് ആകും വാഷ് ചെയ്ത് കഴിയുമ്പോൾ. ചിലപ്പം ഈച്ച് വാഷിങ്ങിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വെച്ച് ഷ്രിങ്ക് ആവാറുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷനായിട്ട് ഞാനിതിന് മുന്നേ കഴിഞ്ഞ ഓണത്തിനും കഴിഞ്ഞ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഒരുപാട് അല്ലാതെ ഒക്കെ ആയിട്ട് സ്ലബ് സിൽക്കിന്റെ കുർത്തീസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഓൾമോസ്റ്റ് എനിക്ക് നോക്കുവാണെങ്കിൽ 3000-ന് മുകളിലൊക്കെ ക്വാണ്ടിറ്റി ചെയ്ത സ്ലബ് സിൽക്ക് ഫാബ്രിക് നമ്മുടെ അടുത്തുണ്ട്, മീൻസ് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആസ് എ കസ്റ്റമർ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. എനിക്കും അറിയാം, ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഷ്രിങ്ക് ആവുന്നു. അതിൻ്റെയൊക്കെ ലൈനിങ് ഇല്ലാത്തതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് ഫേസ് ചെയ്തു. ഞാനും ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഇതിലൊക്കെ. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ഒടുവിൽ എൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മൾ പുതിയ 2 ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള 2 ബ്രാൻഡുകൾ. ഇന്ന് നമ്മൾ അതിൻ്റെ ലോഞ്ചിങ് ആണ്, ഫ്ലോറിസ്റ്റ ആൻഡ് ഫ്ലോറിക്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താ 2 ബ്രാൻഡ് എന്ന്. നമ്മുടെ 2 ഡിഫറെൻറ്റ് യൂണിറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 2 പേർക്കും നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബ്രാൻഡുകൾ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഫ്ലോറൻസയുടെ ഓൺ ബ്രാൻഡ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഉറപ്പായിട്ടും അത്രയും സൂപ്പർ ക്വാളിറ്റി ഞാൻ അഷ്വർ ചെയ്യുവാണ്. അപ്പോൾ ഈ സ്ലബ് സിൽക്ക് ചുരുങ്ങുന്നതിന് എൻ്റെ കയ്യിൽ ആകെ ഒരു സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നമ്മൾ എക്സ്ട്രാ മാർജിൻ കൊടുക്കുക. അതായത് ഷ്രിങ്ക് ആവുന്നതിനനുസരിച്ചിട്ട് അഴിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാർജിനുള്ളിലേക്കായിട്ട് നമ്മൾ തയ്യൽ തുമ്പെന്ന് പറയത്തില്ലേ, മാർജിൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ മാർജിൻ കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ഈ 2 ബ്രാൻഡിൽ വരുന്ന കുർത്തീസ് മുഴുവൻ ഇനി നമ്മൾ കൊണ്ടുവരുന്നത്. വീട്ടിലത്തെ ഫംഗ്ഷൻസ്, അതിപ്പം ബർത്ത്ഡേ ആണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഒക്കെ സ്ലബ് സിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ ലുക്ക് തരുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പം ഞാനും ഇതിന് മുന്നേ ഒരുപാട് തവണ ഇതെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതോട് കൂടിയിട്ട് ആ ഐറ്റംസ് ഒക്കെ എൻ്റെ കബോർഡിൽ കയറി, പിന്നെ എനിക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. ഓക്കെ, ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാണ് ഇങ്ങനൊരു സൊല്യൂഷനിലേക്ക് ഞാൻ എത്തിയത്. അപ്പം ഇത്തവണ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി ഇതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വിത്തൗട്ട് ലൈനിങ് ഒക്കെ ആയപ്പം എനിക്ക് അത്യാവശ്യം തടിയുള്ള കൂട്ടത്തിലാട്ടോ. അപ്പം എൻ്റെ ഈ പറഞ്ഞ ഓരോ ഫോൾഡിങ്സ് ലോവർ ടമ്മിയിലും ഒക്കെ ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം ഒരു മലയാളികളെന്ന നിലയ്ക്ക് എല്ലാ കസ്റ്റമേഴ്സും ഫേസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സും ഒരു മലയാളികളായ സ്ഥിതിക്ക് ഞാൻ അതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ലേ. അപ്പം ഞാൻ അങ്ങനെയും കൂടെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ എല്ലാം തന്നെ നമ്മൾ വിത്ത് ലൈനിങ്ങിലേക്കായിരിക്കും ഈ സ്ലബ് സിൽക്കിൻ്റെ കുർത്തീസ് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എല്ലാം ഇനി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റിലേക്കും കൂടെ ആക്കിയോ? ഇല്ല കേട്ടോ, നമ്മുടെ ഓണം കുർത്തീസാണ് നമ്മളിപ്പോൾ ഇനീഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. എല്ലാം തന്നെ 890 തൊട്ടിട്ട് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി അല്ലെ ഏറ്റവും ഹെവി വർക്ക് വന്നത് വരെ നമ്മൾ 999 റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. വിത്ത് ലൈനിങ് ഉള്ളിൽ ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്, ഒരു 1.5 ഇഞ്ച് ഷുവറായിട്ടും ഉണ്ട്. എക്സ്ട്രാ മാർജിൻ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കുർത്തീസ് നിങ്ങൾക്ക് അടുത്ത ദിവസത്തെയൊക്കെ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഐറ്റംസ് എന്താണെന്നുള്ളത്. 999 ആണ് നമ്മൾ ഇപ്രാവശ്യം മാക്സിമം നമ്മളിതിൻ്റെ പ്രൈസ് നമ്മൾ കരുതിയേക്കുന്നത്. ഇനി ഒരുപാട് വർക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളിനി ഒരു 1000-ൻ്റെ മുകളിലേക്ക് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇതെനിക്ക് പ്രോഫിറ്റ് എന്നുള്ളതിനേക്കാട്ടിലുപരിയായിട്ട് നിങ്ങളിതൊന്ന് വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോ. ഞാനതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ അഷ്വർ ചെയ്യുവാണ്. കാരണം ഇത് ഫാബ്രിക്കിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ ഈവൻ കളർ ബ്ലീഡിങ്ങോ എന്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈ 2 ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്ട്സ്. കാരണം അത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ കുറേ നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ ഈ കൊണ്ടുവന്നേക്കുന്ന ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പരമാവധി അതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ത്രെഡുകളാണെങ്കിലും എല്ലാം നമ്മൾ കളർ ഗ്യാരണ്ടി, കളർ ചെക്കിങ് എല്ലാം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ തൊട്ടിട്ട് ഈ വരുന്നത് തൊട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വിത്ത് ലൈനിങ്ങിൽ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങിൽ നല്ല 2 ബ്രാൻഡാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. അപ്പം നമ്മുടെ കുർത്തീസ് വാങ്ങിയിട്ട് സജഷൻസും കാര്യങ്ങളും നമ്മളെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇൻ അഡ്വാൻസ് ഹാപ്പി ഓണം.